ചെറുപ്പക്കാരിയുടെ ചങ്ക് ഒരു പ്രാവിന്റെ ചങ്ക് പോലെ മിടിച്ചു. കരയുന്ന കുഞ്ഞിനെ കയ്യിലേന്തി നിസ്സഹായതയോടെ അവൾ ചുറ്റും നോക്കി. ഭയത്താൽ അവൾ ആകെ വിറയായി. വെരി ഇൻട്രസ്റ്റിംഗ്. വൺ മോർ സിഗരറ്റ് യാർ. മലയാള കഥയിൽ ഇന്നോളം വായിച്ചിട്ടുള്ളതിൽ ഇത്ര കണ്ട് എന്നെ അലോസരപ്പെടുത്തിയ, നിരാശനാക്കിയ ഒരു ഭാഗം. നമസ്കാരം, ഞാൻ കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. മയ്യഴിയുടെ കഥാകാരൻ എം മുകുന്ദന്റെ പ്രശസ്ത കഥ ഡൽഹി 1981. ലോക പ്രശസ്ത സംവിധായകൻ ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ റിയർ വിൻഡോ എന്ന സിനിമയിലെ നായകൻ ജെഫിനെ പോലെ ഈ കഥയിലെ നായകൻ രജീന്ദർ പാണ്ഡെയും തന്റെ മുറിയിൽ നിന്നുകൊണ്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കുകയാണ്. സിനിമയിൽ ജെഫിനെ കാത്തു നിൽക്കുന്നത് അപ്പാർട്ട്മെന്റിലെ സമൃദ്ധമായ ജീവിതങ്ങളും പൂന്തോട്ടമടക്കമുള്ള മനോഹരമായ പുൽത്തകിടിയുമാണെങ്കിൽ രജീന്ദർ പാണ്ഡെയെ കാത്തു നിൽക്കുന്നത് അതിശക്തമായ വെയിലിൽ ചുട്ടുപൊള്ളുന്ന ഡൽഹിയിലെ അലോസരപ്പെടുത്തുന്ന കാഴ്ചകളാണ്. ആ കെട്ടിടത്തിന്റെ 2ാം നിലയിലാണ് രജീന്ദർ പാണ്ഡെയുടെയും സബ് മുറിയൻ കിഷോർ ലാലിന്റെയും മുറി. അവിടെ നിന്ന് നോക്കിയാൽ തൊട്ടു താഴെ ഒരു റോഡുണ്ട്. റോഡിനപ്പുറം നിരനിരയായി സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കുറച്ച് കടകൾ. അതിന് പിന്നിലായി ഒരു വലിയ മൈതാനം. മൈതാനത്തിന് ഇടതുവശത്ത് മുഗളരുടെ കാലത്ത് ഉപയോഗിച്ചിരുന്ന, ഇപ്പോൾ പ്രാവുകൾ മാത്രം ഉപയോഗിക്കുന്ന ഒരു ശവകുടീരമുണ്ട്. ഈ മൈതാനം അങ്ങനെ എല്ലാവരും ഒന്നും ഉപയോഗിക്കാറില്ല. വല്ലപ്പോഴും ആരെങ്കിലും അതിലെ നടന്നു പോയാലായി. ഇങ്ങനെ തികച്ചും അലോസരപ്പെടുത്തുന്ന, ബോറടിപ്പിക്കുന്ന കാഴ്ചകളാണ് രജീന്ദർ പാണ്ഡെയെ കാത്തു നിൽക്കുന്നത്. അപ്പോൾ അയാൾ നോക്കുമ്പോൾ ആ പ്രദേശത്തെ 2 തെമ്മാടികളായ നാനക് ചന്ദും രഘുവീറും നടന്നു വരികയാണ്. അവർ ആ മൈതാനത്തിരുന്ന് സിഗരറ്റ് പുകയ്ക്കുകയാണ്. രജീന്ദർ പാണ്ഡെ മൈതാനത്തിന് അപ്പുറവശത്തേക്ക് നോക്കുമ്പോൾ അങ്ങ് ദൂരത്തു നിന്നും മഞ്ഞ വസ്ത്രം ധരിച്ച ഒരു പെൺകുട്ടിയും അവരുടെ ഭർത്താവും കുടുംബവും നടന്നു വരുന്നു. സ്വാഭാവികമായും രജീന്ദർ പാണ്ഡെയ്ക്ക് ഉത്സാഹം വരുന്നു. കാരണം ഇപ്പുറത്ത് സ്ത്രീകളെ ഉപദ്രവിക്കുന്നതിൽ കുപ്രസിദ്ധി നേടിയ 2 തെമ്മാടികൾ, അപ്പുറത്താകട്ടെ സുന്ദരിയായ ഒരു പെൺകുട്ടിയും അവരുടെ കുടുംബവും. കഥ മുന്നോട്ട് പോകുമ്പോൾ ഈ തെമ്മാടികളും ഈ പെൺകുട്ടിയുടെ ഭർത്താവും തമ്മിൽ സംഘർഷം രൂപപ്പെടുകയാണ്. ഒരു സിഗരറ്റ് പുകച്ചുകൊണ്ട് തന്റെ സഹമുറിയനായ കിഷോർ ലാലിനെ ഏറെ താല്പര്യത്തോടുകൂടി ക്ഷണിച്ചുകൊണ്ട് രജീന്ദർ പാണ്ഡെ ഈ ദൃശ്യം കാണുകയാണ്. ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ അടിച്ചു വീഴ്ത്തി കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്ന് ഈ തെമ്മാടികൾ ഈ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിനായി ആ ശവകുടീരത്തിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുപോവുകയാണ്. റെഡ് ആൻഡ് വൈറ്റ് സിഗരറ്റ് പുകച്ചുകൊണ്ട്, കഥാകാരന്റെ ഭാഷ കടമെടുത്താൽ ഒരു ഈസ്റ്റ്മാൻ സിനിമാസ്കോപ്പ് ചിത്രം പോലെ ആസ്വദിച്ചാണ് രജീന്ദർ പാണ്ഡെയും കിഷോർ ലാലും ഈ കാഴ്ച കണ്ടുകൊണ്ട് നിൽക്കുന്നത്. ഒപ്പം തെമ്മാടികളിൽ ആര് ആദ്യം അവളെ പീഡിപ്പിക്കുമെന്ന തരത്തിൽ ഒരു പന്തയം വരെ നടത്താൻ ഇവർ തയ്യാറാകുന്നു. ഇത്രത്തോളം കേട്ടതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നുന്നത് ആരോടാണ്? ആ തെമ്മാടികളോടാണോ? അതോ ഓടിയെത്താൻ പറ്റുന്ന ദൂരത്തിൽ ഒരു അനീതി നടന്നിട്ടും അതിനെതിരെ പ്രതികരിക്കാതെ അത് കണ്ടാസ്വദിക്കാൻ ഒരുമ്പെട്ട രജീന്ദർ പാണ്ഡെയോടും കിഷോർ ലാലിനോടുമാണ്? അവിടെ കഥാകാരൻ കഥയുടെ ഗിയർ മാറ്റുകയാണ്. അക്ഷരങ്ങൾ കൊണ്ട് മായാജാലം തീർക്കുന്ന എം മുകുന്ദൻ തുടർന്ന് എഴുതുന്നു: രജീന്ദർ പാണ്ഡെയുടെ മുറി ഡൽഹി നഗരമായി വികാസം പ്രാപിക്കുന്നു. ആകാശം മുട്ടുന്ന കെട്ടിടങ്ങൾ, ഖദറണിഞ്ഞ് ഗാന്ധിത്തൊപ്പി അണിഞ്ഞ് പ്രസംഗിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ, മുഷിഞ്ഞ സഞ്ചിയും നീളം താടിയുമായി കോഫി ഷോപ്പുകളിൽ നീണ്ട ചർച്ചകളിൽ ഏർപ്പെടുന്ന ബുദ്ധിജീവികൾ, 19 ലക്ഷം മനുഷ്യർ തിങ്ങിപ്പാർക്കുന്ന ഡൽഹി മഹാനഗരം. അതോടുകൂടി വായനക്കാരൻ മനസ്സിലാക്കുന്നു, ഇത്ര നേരം നാം വായിച്ചു പരിചയിച്ച രജീന്ദർ പാണ്ഡെയ്ക്കും കിഷോർ ലാലിനും എന്റെയും നിങ്ങളുടെയും മുഖമാണ് എന്ന്. ഓരോ 15 മിനിറ്റിലും ഇന്ത്യയിൽ ഒരു പെൺകുട്ടി വീതം അതിക്രമത്തിന് ഇരയാകുന്നു എന്നാണ് കണക്കുകൾ. അരാഷ്ട്രീയതയുടെ കുപ്പായം അണിഞ്ഞുകൊണ്ട് നമ്മുടെ കൺമുൻപിൽ നടക്കുന്ന അനീതിക്കെതിരെ പ്രതികരിക്കാൻ മടിച്ച് റീലുകളായി അവയെ ചിത്രീകരിച്ച് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ ചുറ്റുമുള്ളത്. പ്രിയപ്പെട്ട വായനക്കാരെ, രജീന്ദർ പാണ്ഡെയ്ക്കും കിഷോർ ലാലിനും എന്റെയും നിങ്ങളുടെയും മുഖമാണ്. ഈ മുകുന്ദൻ കഥ അവസാനിപ്പിക്കുന്നതിന് മുൻപ് പ്രതീക്ഷയുടെ ഒരു കച്ചിത്തുരുമ്പ് അവശേഷിപ്പിക്കുന്നു. കഥാകാരൻ എഴുതുന്നു: ശവകുടീരത്തിന്റെ ഇരുളിൽ നിന്ന് ഒരു കൊച്ചരിപ്പറാവ് പറന്നുവന്ന് നാനക് ചന്ദിന്റെ മൂർധാവിൽ തന്റെ ചെറിയ കൊക്കുകൊണ്ട് ആഞ്ഞു കുത്തുന്നു. രജീന്ദർ പാണ്ഡെ ആകണോ ആ കൊച്ചരിപ്രാവായി മാറണോ എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും തീരുമാനമാണ്. നന്ദി.